ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ നിലപാട് വിശദീകരിക്കുന്ന സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യും. യുവതീ പ്രവേശനം വേണമെന്നോ വേണ്ട എന്നോ നിലപാട് സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയേക്കില്ല. യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള ആചാരപരമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഹിന്ദു മതപണ്ഡിതർ ഉൾപ്പെടുന്ന സമിതി തീരുമാനിക്കണം എന്ന നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കാനാണ് സാധ്യത. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യേണ്ട സംസ്ഥാന സർക്കാരിൻ്റെ സത്യവാങ്മൂലം ഡൽഹിയിൽ തയ്യാറായി വരികയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യും. സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്നോ പ്രവേശിപ്പിക്കേണ്ടതെന്നോ ഈ സത്യവാങ്മൂലത്തിൽ പരാമർശിക്കില്ല എന്നാണ് സൂചന. എന്നാൽ 2008 സുപ്രീം കോടതി നൽകിയിരുന്ന സത്യവാങ്മൂലത്തിലെ ചില ഭാഗങ്ങൾ ഈ സത്യവാങ്മൂലത്തിലും ഉണ്ടാകും. ശബരിമലയിൽ വർഷങ്ങളായി യുവതികൾക്ക് പ്രവേശന വിലക്ക് ഉണ്ട് എന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കും. ആചാരപരമായ ഈ വിലക്ക് നീക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോടതിയോ സർക്കാരോ അല്ല, മറിച്ച് ഹിന്ദുമത ആചാരങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അറിവുള്ള മതപണ്ഡിതർ ഉൾപ്പെടുന്ന സമിതിയാണ് തീരുമാനിക്കേണ്ടതെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കും. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ആചാരകാര്യങ്ങളിൽ പാണ്ഡിത്യമുള്ളവരും ഒപ്പം സാമൂഹ്യ പരിഷ്കർത്താക്കളും ഉൾപ്പെടെയുള്ള വിദഗ്ധ സമിതിയായിരിക്കണം അത് സംബന്ധിച്ച് അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതെന്നുള്ള അഭിപ്രായം 2007 സുപ്രീം കോടതി മുമ്പാകെ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റേത് നിലപാട് മാറ്റമല്ല എന്നാണ് CPM ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. എക്കാലത്തും വിശ്വാസികൾക്കൊപ്പമാണ് തങ്ങളുടെ പാർട്ടിയെന്നും CPM ചൂണ്ടിക്കാട്ടുന്നു. സുപ്രീം കോടതി വിധികൾ നടപ്പാക്കാൻ ഏത് ഗവൺമെന്റിനും ബാധ്യതയുണ്ട്, അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുണ്ട്. അപ്പോൾ സുപ്രീം കോടതി തന്നെ ഇത് പുനഃപരിശോധിക്കാൻ ഇപ്പോൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതി പുനഃപരിശോധിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും ഒരു പണ്ഡിത സദസ്സിൻ്റെ വിദഗ്ധ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിശോധിച്ചു വേണം ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യേണ്ടത് സമയപരിധി ഇന്ന് രാത്രി 12 മണിയോടുകൂടി അവസാനിക്കും. എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ചില കക്ഷികൾ ഇന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യില്ല. വരും ആഴ്ചകളിൽ കോടതിയുടെ അനുമതിയോടുകൂടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാനാണ് ഇവരുടെ നീക്കം. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.